യെസ്, ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്. എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി, സ്റ്റോക്കുകളുടെ മന്ത്ലി എക്സ്പയറി, അതിൻ്റേതായിട്ടുള്ള എല്ലാ വോളറ്റിലിറ്റിയും ഇന്ന് നിഫ്റ്റിയിൽ കണ്ടു. 26,000 റേഞ്ച് ഹോൾഡ് ചെയ്ത നിഫ്റ്റി അവസാന നിമിഷത്തിൽ സീവിയർ സെല്ലിംഗ് പ്രഷർ നടത്തി. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് കാണാം. 26,022 മൾട്ടിപ്പിൾ ടൈം ടെസ്റ്റ് ചെയ്ത നിഫ്റ്റി ഇന്നത്തെ ഡേ ഹൈയിൽ നിന്ന് 163 പോയിൻ്റ് ഫോളോ ചെയ്ത് 25,860 എന്ന നിലയിലാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത്. ഇന്ന് ഹിൻഡൽകോയും ഭാരത് ഇലക്ട്രോണിക്സും SBIയും ശ്രീറാം ഫിനാൻസും ഡോക്ടർ റെഡ്ഡിയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇതിൽ ഭാരത് ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ച പുതിയ ഓർഡർ കിട്ടിയ ന്യൂസുകൾ നമ്മൾ ഷെയർ ചെയ്തിരുന്നു. അദാനി എൻ്റർപ്രൈസസും ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിളും ട്രെൻഡും ഇൻഫോസിസും പവർ ഗ്രിഡുമാണ് ഇടിവ് തുടർന്നത്. ഗ്ലോബൽ മാർക്കറ്റ് ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ പോസിറ്റീവിലാണ്. ഇന്ന് ഇന്ത്യ വിക്സ് 8% ക്രാഷ് ചെയ്ത് 12ലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. ജപ്പാൻ, കൊറിയ, ചൈന, ഓസ്ട്രേലിയ തുടങ്ങിയ ഏഷ്യൻ സൈഡിലുള്ള മാർക്കറ്റുകൾ ഫ്ലാറ്റായി ട്രേഡ് അവസാനിപ്പിച്ചു. ബിറ്റ്കോയിൻ കാണാൻ ഏറ്റവും ടോപ്പ് ചെയ്ത് 4ാമത് 1600 പോയിൻറ്റിൻ്റെ ഒരു സ്പൈക്ക് രേഖപ്പെടുത്തി. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഫ്ലാറ്റാണ്, നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഉള്ളത്. അങ്ങനെ നിഫ്റ്റി ഇന്ന് 26,000 താഴെ 2 ദിവസം തുടർച്ചയായിട്ട് പോയി. ഇനി മറ്റ് സ്റ്റോക്കുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കർണാടക ബാങ്ക് അവരുടെ ഒരു ബ്ലോക്ക് ഡീൽ ഉണ്ടായിരുന്നു, 8% ഒരു റാലി രേഖപ്പെടുത്തി. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള 2 കമൻട്രി എന്നുള്ളത് ഇന്ത്യയുടെ GDP ഗ്രോത്തിൽ എന്നതിനാൽ 7.4 ഉണ്ടാകുമെന്ന് ഒരു CNBCയുടെ ഒരു പോള്, കൂടാതെ ഇന്ത്യയുടെ എക്കണോമി $4 ട്രില്യൺ കടക്കുമെന്ന് ചീഫ് എക്കണോമിക്സ് അഡ്വൈസർ. ഈ 2 പ്രസ്താവനകളാണ് മാർക്കറ്റിന് ഉള്ള ഒരു ഡയറക്റ്റായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഘടകം. അതല്ലാതെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 26,000 എന്ന് പറഞ്ഞ റേഞ്ച് അത് വളരെയധികം ഹോൾഡ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വന്നൊരു കമൻറ്റ് 26,000 നിഫ്റ്റി എത്തി പ്രോഫിറ്റ് ബുക്കിംഗ് ആണെന്ന് പറയുമ്പോൾ എല്ലാ ആളുകളും പോർട്ട്ഫോളിയോ ഓൾറെഡി റെഡിലാണ് എന്നുള്ള ഒരു പൊതുവെയാണ് ഒരു അഭിപ്രായ പ്രകടനമാണ് നടക്കുന്നത്. ഇതിൻ്റെ കാരണം നിഫ്റ്റിയാണ് മുന്നോട്ട് പോകുന്നത്, ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ കയ്യിലൊരു ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടെങ്കിലും വേണം, അല്ലെങ്കിൽ ഇൻഡെക്സ് ETF ഫണ്ടെങ്കിലും വേണം. നിഫ്റ്റി ബീസ് പോലെയുള്ള ETF ഫണ്ടുകൾ ഉണ്ടെങ്കിൽ നിഫ്റ്റി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ, പോസിറ്റീവ് റിഫ്ലക്ഷൻ ഈ നിഫ്റ്റി ബീസിൽ കാണിക്കും. അല്ലാതെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് നിഫ്റ്റീനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്റ്റോക്കുകളല്ല എങ്കിൽ നിഫ്റ്റി ഇപ്പോൾ ഓൾ ടൈം ഹൈ കടന്നാലും നിഫ്റ്റി ഇപ്പോൾ ഓൾ ടൈം ഹൈയിൽ നിന്ന് മുന്നോട്ട് പോയാലും പോർട്ട്ഫോളിയോയുടെ അവസ്ഥ അത് തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് സ്റ്റോക്കുകളുടെ സെലക്ഷൻ്റെ സമയത്ത് ഇതുപോലെയുള്ള ETF ഫണ്ടുകൾ ഒന്ന് പരിഗണിക്കുന്നത് നന്നായിരിക്കും. കാരണം നിഫ്റ്റിക്ക് ഇനി മുന്നോട്ട് പോകാനായിട്ട് ഒരു റെസിസ്റ്റൻസ് സോൺ ഉണ്ട്, 26,300 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് സോൺ. താഴേക്ക് പോകാനോ എത്രയോ പോയിൻ്റാണോ ഉള്ളത്. അപ്പോൾ ആ ഒരു അവസരത്തിൽ നിഫ്റ്റിയിൽ ഒരു റിയൽ ക്രാഷ് ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് നോക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുമല്ലോ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐദർ ഒരു ഇൻഡെക്സ് ETF ഫണ്ട്, അതല്ലെങ്കിൽ ഒരു ലിക്വിഡ് ഫണ്ട്, അതായത് മാർക്കറ്റ് ക്രാഷ് ചെയ്താലും ക്രാഷ് ആവാത്ത ലിക്വിഡ് ഫണ്ടുകൾ പോർട്ട്ഫോളിയോയുടെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് ഈ ഒരു അവസ്ഥയിലൊക്കെ ഹോൾഡ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ആദ്യം സൈഡസ് ലൈഫ് സയൻസ് കമ്പനിയാണ്. ഇവരുടെ പുതിയ മെഡിസിന് ഈ ബ്രിട്ടീഷ് ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. IGL കമ്പനി ഇവർ ഒരു ജോയിൻറ്റ് വെഞ്ചർ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് CBG പ്ലാന്റായിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. NCC കമ്പനി 2,063 കോടി രൂപയുടെ ഒരു ഓർഡർ മെഡിക്കൽ കോളേജ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് കമ്പനിക്ക് ലഭിച്ചു. HCL ടെക് IT കമ്പനിയാണ്. AWS എന്ന് പറയുന്ന ഒരു AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ കമ്പനിയായിട്ട് ഇവർ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ജയന്ത് ഇൻഫ്രാടെക് കമ്പനി 162 കോടി രൂപയുടെ ഒരു റെയിൽവേ ഓർഡർ കൊൻകൺ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. റേറ്റ് ഗെയിൻ കമ്പനി ഇതൊരു ട്രാവൽ ബേസ്ഡ് കമ്പനിയാണ്. ഈ എയർപോർട്ട് ലോഞ്ച് ഫെസിലിറ്റി ഒക്കെ തരുന്ന കമ്പനിയാണ്. അപ്പോൾ ഇവർ ഈ ട്രാവൽ പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ട് ഹോട്ടൽ ടെക് എന്ന് പറഞ്ഞ ഒരു പുതിയ AI പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തു. സെർവോടെക് റിന്യൂവബിൾ കമ്പനി ഇവർക്ക് ഇവരുടെ പുതിയ ചാർജിങ് കൺവേർഷൻ ടെക്നിക്കിന് പേറ്റൻറ്റ് ലഭിച്ചു. ടാറ്റ മോട്ടോഴ്സ് കമ്പനി ടാറ്റ സിയറ അവർ ലോഞ്ച് ചെയ്യാണ്. 11 ലക്ഷം ആണ് സിയറയുടെ ബേസിക് പ്രൈസ് ഉള്ളത്. 3 എൻജിൻ വേരിയൻസ് ഉണ്ട്. യുണൈറ്റഡ് ബേവറീസ് കമ്പനി പുതിയ ഒരു
ഹിനിക്കൻ സിൽവർ എന്ന് പറയുന്ന പുതിയ ഒരു ആൽക്കഹോൾ ബ്രാൻഡ് ഇവർ ലോഞ്ച് ചെയ്തു. എക്സൈഡ് ഇൻഡസ്ട്രീസ് കമ്പനി $750 മില്യൺ ഇവിടെ എക്സൈഡ് എനർജി സൊല്യൂഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. ബാറ്ററിയുടെ എല്ലാം തന്നെ അഡ്വാൻസ്ഡ് സെൽ റിലേറ്റഡ് പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കമ്പനി ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത്. ജ്യോതി സ്ട്രക്ചർ കമ്പനി പുതിയൊരു ഓർഡർ കിട്ടി $407 മില്യൺ. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് കമ്പനി 8.35 ബില്യൻ്റെ ടാക്സ് റീഫണ്ട് കമ്പനിക്ക് ലഭിച്ചു. റിലയൻസ് കമ്പനി സാംസങ് ആയിട്ട് റിലയൻസ് കൊളാബ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് ധാരണയായിട്ടുണ്ട്. രത്തൻ ഇന്ത്യ കമ്പനി പുതിയൊരു സബ്സിഡിയറി ലോഞ്ച് ചെയ്തു ദുബായിൽ. അപ്പോൾ ഇവർ മിഡിൽ ഈസ്റ്റിലെല്ലാം തന്നെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുകയാണ്. സ്പന്ദന സ്ഫൂർത്തി കമ്പനി പുതിയ മിസ്റ്റർ വെങ്കടേഷ് കൃഷ്ണന് പുതിയ MD ആയിട്ട് 3 വർഷത്തേക്ക് നിയമിച്ചിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് പൈനാക്കിൾ കമ്പനിക്ക് പുതിയൊരു ഓർഡർ ലഭിച്ചു. BL കാഷപ്പ് ആൻഡ് സൺസ് കമ്പനിക്ക് 254 കോടി രൂപയുടെ ഓർഡർ DLFൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. സംഭവ് സ്റ്റീൽ കമ്പനി ഇവരുടെ പുതിയ പ്ലാനിന് ഈ എൻവയോൺമെൻറ്റൽ അപ്രൂവൽ ലഭിച്ചു. അമാൻഡൽ കമ്പനിക്ക് 117 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. സെൻ ടെക്നോളജി കമ്പനിക്കും 108 കോടി രൂപയുടെ ഓർഡർ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇതാണിപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ന്യൂസുകൾ. നമ്മളിപ്പോൾ പ്രീ മാർക്കറ്റും പോസ്റ്റ് മാർക്കറ്റും എല്ലാം തന്നെ തുടർച്ചയായിട്ട് രാവിലെയും വൈകിട്ടായിട്ടുണ്ട്. കൂടാതെ തന്നെ നമ്മളുടെ ഒരു ടെലിഗ്രാം ചാനലുണ്ട്, ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ ഫിനാൻഷ്യൽ റിലേറ്റഡുള്ള കോണ്ടൻറ്റുകൾ ഇടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം തന്നെ വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു.